Dear students, good morning to all. Welcome to Social Science class. Our previous class, we discussed the chapter from trade to power. We know that some of the European countries, they came to India for the purpose of trade. അല്ലേ? കച്ചവടത്തിനായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ചില യൂറോപ്യൻ രാജ്യങ്ങൾ കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലോട്ട് വന്നു. ദ എൻഗേജ്ഡ് ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ. അവർ ഇന്ത്യയുമായിട്ട് ട്രേഡ് റിലേഷൻ, കച്ചവട ബന്ധം പുലർത്തിയിരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചു. ഏതൊക്കെയാണ് ആ യൂറോപ്യൻ രാജ്യങ്ങൾ? പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. ദീസ് ആർ ദ മേജർ യൂറോപ്യൻ കൺട്രീസ്. അല്ലേ? യൂറോപ്യൻ രാജ്യങ്ങളാണ്, പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ വേറെ ഒന്ന് പഠിച്ചു. അല്ലേ? ദ യൂറോപ്യൻ കൺട്രീസ് ഗെയിൻ പവർ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ദ കമ്പനി ഗെയിൻസ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയുണ്ടായി. അതായത് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ എന്ത് നടത്തുന്നു? പവർ, അധികാരം പിടിച്ചെടുക്കുകയാണ്. അധികാരം പിടിച്ചെടുക്കുകയാണ്. ദേ ഗെയിനിങ് പവർ. അപ്പോൾ അവർ കച്ചവടത്തിനായിട്ട് വന്നിട്ട് ഇവിടെ നമ്മുടെ പ്രദേശങ്ങളൊക്കെ അവരുടെ കീഴിലാക്കുന്നു. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദ കമ്പനി ഗെയിൻസ് പവർ. അല്ലേ? ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കമ്പനി എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? ബ്രിട്ടീഷേഴ്സിനാണ്. യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ ദേ സബ്ജുഗേറ്റഡ് സം ഓഫ് ദ പ്ലേസസ്, സം ഓഫ് ദ റീജിയൻസ്. അല്ലെ? ചില പ്രദേശങ്ങൾ അവർ കീഴടക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കീഴടക്കിയത്? ഇറ്റ് ഈസ് ത്രൂ മിലിറ്ററി ഫോഴ്സസ്. സൈനിക ശക്തി മൂലമാണ് കീഴടക്കിയിട്ടുള്ളത്. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളത് സൈനിക ശക്തി മൂലം, അവരുടെ സൈനിക ഫലം മൂലം അവർ ഇന്ത്യയിലുള്ള പ്രദേശങ്ങളെ, ഇന്ത്യയിലെ ചില നാട്ടു ചക്രവർത്തിമാരെയും രാജാക്കന്മാരെയും ആക്രമിക്കുന്നു. എന്നിട്ട് ആ പ്രദേശം പിടിച്ചെടുക്കുന്നു ബ്രിട്ടീഷുകാർ. അവർക്ക് നല്ലൊരു മിലിറ്ററി ഫോഴ്സ് ഉണ്ട്. അവർ 2-3 യുദ്ധങ്ങൾ നമ്മൾ പഠിച്ചില്ല കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട്. ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബുക്സാർ, ആംഗ്ലോ മൈസൂർ വാർ, മറാത്ത വാർ. അല്ലേ? ഈ യുദ്ധങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഈ യുദ്ധങ്ങളിലൊക്കെ ആരാ ജയിക്കുന്നത്? ബ്രിട്ടീഷുകാരാണ് ജയിക്കുന്നത്. അങ്ങനെ ആ ജയിച്ചിട്ട് ഇന്ത്യയിലുള്ള അവിടുത്തെ പ്രദേശങ്ങൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ കീഴിലാക്കുന്നു. അല്ലെ? ദ കമ്പനി ഗെയിൻസ് പവർ. കമ്പനി ഗെയിൻസ് പവർ. കമ്പനി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ചു എടുക്കുന്നത്. ദ ഗെയിനിങ് പവർ ഇൻ സം ഓഫ് ദ റീജിയൻ. ചില പ്രദേശങ്ങൾ അവർ എങ്ങനെയാണ് കീഴടക്കിയിട്ടുള്ളത്? ത്രൂ മിലിറ്ററി ഫോഴ്സ് ഓർ ത്രൂ വാർസ് ഓർ ത്രൂ മിലിറ്ററി പവർ. അല്ലേ? യുദ്ധങ്ങളിലൂടെയും സൈനിക ശക്തികളിലൂടെയും ഒക്കെയാണ് അവർ നേടിയിട്ടുള്ളത്. ചില പ്രദേശങ്ങൾ, ഇന്ത്യയുടെ പ്രദേശങ്ങൾ അവർ കീഴടക്കിയിട്ടുള്ളത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നു, കച്ചവടത്തിനായിട്ട് വരുന്നു, അവർ കച്ചവടം നടത്തുന്നു. അതിനുശേഷം ദേ ഗെയിനിങ് പവർ, അവർ അധികാരം പിടിച്ചെടുക്കുന്നു ത്രൂ വാർ. അല്ലേ? യുദ്ധത്തിലൂടെ. ഈ വാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് വാസ് ദ മിലിറ്ററി പവർ. അല്ലേ? മിലിറ്ററി പവർ ഓർ മിലിറ്ററി ഫോഴ്സ്. അല്ലേ? സൈനിക ശക്തിയാണ് കാണിക്കുന്നത്. അവരുടെ സൈനിക ശക്തി മൂലം ഇന്ത്യയിലുള്ള ചില പ്രദേശങ്ങൾ അവർ കീഴടക്കുന്നു. ആദ്യം അവർ കീഴടക്കിയിട്ടുള്ള പ്രദേശമാണ് ബംഗാൾ. അല്ലേ? നമുക്കറിഞ്ഞു പറഞ്ഞു സിറാജുദ്ദൗല
സിറാജുദ്ദൗലയെ കീഴടക്കിയിട്ടുള്ളത് ഏത് യുദ്ധത്തിലൂടെയാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ആൻഡ് ബാറ്റിൽ ഓഫ് ബക്സാർ യുദ്ധത്തിലൂടെയും ആണ് ആര് കീഴടക്കിയത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ബംഗാൾ റീജിയനാണ് കീഴടക്കിയിട്ടുള്ളത്. അതുപോലെ മലബാറും കൂർഗും കീഴടക്കിയിട്ടുള്ളത് ഏത് യുദ്ധത്തിലൂടെയാണ്? ടിപ്പു സുൽത്താനുമായിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള ആംഗ്ലോ മൈസൂർ വാർ, അതിലൂടെയാണ് ബ്രിട്ടീഷുകാർ മലബാറും കൂർഗും കീഴടക്കിയിട്ടുള്ളത്. പിന്നെ അവസാനമായിട്ട് മറാത്ത എന്ന് പറയുന്ന വലിയൊരു പ്രദേശം, മറാത്ത റീജിയൻ, ആ റീജിയനെ കീഴടക്കിയിട്ടുള്ളത് എന്തിലൂടെയാണ്? മറാത്ത വാറിലൂടെയാണ്. മറാത്ത എന്ന് പറയുന്ന പ്രദേശത്ത് ബ്രിട്ടീഷുകാർ കോട്ടൺ കൾട്ടിവേഷൻ നടത്തിയിരുന്നു. ബ്രിട്ടീഷുകാർ മറാത്ത എന്ന് പറയുന്ന പ്രദേശത്ത് കോട്ടൺ കൾട്ടിവേഷൻ നടത്തിയിരുന്നു, അതായത് പരുത്തി കൃഷി. ആ പരുത്തി കൃഷിക്ക് ആര് എതിരായിട്ട് വന്നു? മറാത്തയിലുള്ള ജനങ്ങൾ എതിരെ നിന്നു. ദ ത്രെഡ് ടു ദ കോട്ടൺ കൾട്ടിവേഷൻ ഇൻ മറാത്ത റീജിയൻ. ദ പീപ്പിൾ ഓഫ് മറാത്താസ് ദ ത്രെഡ് ടു ദ കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ. അല്ലേ? ബ്രിട്ടീഷുകാരെ നടത്തിയിരുന്ന പരുത്തി കൃഷിക്ക് മറാത്തയിലെ ജനങ്ങൾ എതിര് നടന്നു, അവരതിനെ എതിർത്തു. സോ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ദേ അറ്റാക്ക്ഡ് ഓർ ദേ കോങ്കേർഡ് ദ മറാത്ത റീജിയൻ ത്രൂ മറാത്ത വാർ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ആ മറാത്ത റീജിയൻ ആക്രമിച്ചു മറാത്ത വാറിലൂടെ. എന്നിട്ട് അത് അവരുടെ കീഴിലാക്കി. മറാത്ത റീജിയൻ ബ്രിട്ടീഷുകാരുടെ കീഴിലാക്കി. ഓക്കെ, അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം എന്തിലൂടെയാണ് അല്ലേ? ഈ പ്രദേശങ്ങളെല്ലാം എന്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ കീഴടക്കിയിട്ടുള്ളത്? ത്രൂ മിലിറ്ററി പവർ ഓർ ത്രൂ മിലിറ്ററി ഫോഴ്സ്. അല്ലേ? സൈനിക ശക്തിയാണ്. അവർക്ക് നല്ല സൈന്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ അവർ യുദ്ധത്തിലൂടെ വിജയിച്ചിട്ടുള്ളത്. ഈ എല്ലാ യുദ്ധത്തിലും ബ്രിട്ടീഷുകാരാണ് വിജയിക്കുന്നത്, അല്ലേ? നമ്മൾ കണ്ടു. ഇനി ഇത് കൂടാതെ ഇന്ത്യയിലുള്ള ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ അവരുടെ കൈകളിലാക്കിയിട്ടുള്ളത്, ചില പ്രദേശങ്ങൾ അവർ പിടിച്ചിറക്കിയിട്ടുള്ളത് ഇറ്റ് ഈസ് ത്രൂ ലെജിസ്ലേഷൻ. അപ്പം മിലിറ്ററി ഫോഴ്സ് അല്ലാതെ, മിലിറ്ററി പവർ അല്ലാതെ ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ അവർ എങ്ങനെ കീഴടക്കിയിട്ടുണ്ട്? ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ അവർ കീഴടക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് ത്രൂ ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം വഴിയാണ്. എന്താണ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ? നിയമനിർമ്മാണം. ചില ഉടമ്പടികൾ പ്രകാരമാണ് ഇന്ത്യയിലുള്ള ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയിട്ടുള്ളത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ബ്രിട്ടീഷേഴ്സ് they subjugated or they gaining power in some of the region in India. That is through the legislation. അല്ലെ? ലെജിസ്ലേഷൻ വഴി ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരെ കീഴടക്കിയിട്ടുണ്ട്. ദാറ്റ്സ് ലെജിസ്ലേഷൻ ആർ. ആ നിയമനിർമ്മാണങ്ങളാണ് ഒന്ന് സബ്സിഡറി അലയൻസ് സിസ്റ്റവും, മറ്റൊന്ന് ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സും. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ദ സബ്സിഡറി അലയൻസും ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സും എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നു സം ഓഫ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ്. എന്താ പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ? നാട്ടുരാജ്യങ്ങൾ. ചില നാട്ടുരാജ്യങ്ങൾ ദേ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ, അല്ലെ? അത് ബ്രിട്ടീഷുകാരുടെ കീഴിലായിട്ടുള്ളത് എങ്ങനെയാണ്? ത്രൂ ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻ. പുതിയ നിയമനിർമ്മാണം വഴിയും അതുപോലെ പുതിയ ഉടമ്പടികൾ വഴിയുമാണ്. അതിലെ ആദ്യത്തെ നിയമനിർമ്മാണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ലെജിസ്ലേഷൻ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേഷൻ, ഇറ്റ് വാസ് സബ്സിഡറി അലയൻസ്. എന്താണ് സബ്സിഡറി അലയൻസ് സിസ്റ്റമാണ്. എന്താണ് സബ്സിഡറി അലയൻസ് എന്ന് പറഞ്ഞാൽ? ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ലോർഡ് വെല്ലസ്ലി ആണ്. വെല്ലസ്ലി പ്രഭുവാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ദ സബ്സിഡറി അലയൻസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി. വെല്ലസ്ലി പ്രഭുവാണ്, ബ്രിട്ടീഷ് പ്രഭുവായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു വെല്ലസ്ലി പ്രഭു. അദ്ദേഹമാണ് ഈ ഒരു ഉടമ്പടി കൊണ്ടുവന്നിട്ടുള്ളത്, സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന ഉടമ്പടി. ഈ ഉടമ്പടിയിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു നിയമമാണ്. ഓക്കെ, ദ റൂളേഴ്സ് who signed the subsidiary alliance, the protection by the company from invasions and internal revolts.
ഇവിടെ പറയുന്നു ഈ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന ഒരു ഉടമ്പടിയിൽ ഇന്ത്യയിലുള്ള രാജാക്കന്മാർ ഒപ്പുവെക്കുകയാണെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഉള്ള എല്ലാ സംരക്ഷണവും ആര് നൽകും? ബ്രിട്ടീഷുകാർ നൽകും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം അല്ലെ, ഇപ്പോൾ ഒരു ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യം അതെന്ത് ചെയ്യുന്നു? ഈ സബ്സിഡറി അലയൻസിൽ എന്ത് ചെയ്യുന്നു? സൈൻ ചെയ്യുന്നു. ഓക്കെ, അവർ ബ്രിട്ടീഷുകാരുമായിട്ട് സൈൻ ചെയ്യുന്നു. ഓക്കെ, സൈൻ ചെയ്തു. അങ്ങനെ സൈൻ ചെയ്താൽ ഹൈദരാബാദിനുള്ള പ്രൊട്ടക്ഷൻ, സംരക്ഷണം ആര് നൽകും? ബ്രിട്ടീഷുകാരുടെ സൈന്യം നൽകും. ഹൈദരാബാദിന് പുറത്തു നിന്നുള്ള, അതായത് ഇന്ത്യൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വേറെ ആക്രമണങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇതിലൂടെ പറയുന്നത്, സബ്സിഡറി അലയൻസിലൂടെ പറയുന്നത്. ദ റൂളേഴ്സ് ഹു സൈൻഡ്, ചില ഭരണാധികാരികൾ എന്തിന് സൈൻ ചെയ്യുന്നു? ദ സബ്സിഡറി അലയൻസ്. അതിലൂടെ എന്താണ് കിട്ടുന്നത്? പ്രൊട്ടക്ഷൻ ബൈ ദ കമ്പനി അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു, സംരക്ഷണം നൽകുന്നു. ഫ്രം ഇൻവാഷൻസ് ആൻഡ് ഇന്റേണൽ റിവോൾട്ട്സ്, അല്ലെ, ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും അതുപോലെ ഇൻവാൻഷൻ മറ്റു ആക്രമണങ്ങളിൽ നിന്നുമൊക്കെ ബ്രിട്ടീഷുകാർ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു. പക്ഷെ ഇവിടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇറ്റ് വാസ് ബട്ട് ദ ആക്ച്വൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ, ഈ സൈൻ ചെയ്തിട്ടുള്ള പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങൾ, ഈ സൈൻ ചെയ്തിട്ടുള്ള നാട്ടുരാജ്യങ്ങളിലുള്ള എല്ലാ ഭരണകാര്യങ്ങളും ആരാണ് തീരുമാനിക്കുക? ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവുകളാണ് തീരുമാനിക്കുക. അതാണ് ഏറ്റവും വലിയ നഷ്ടം. അപ്പൊ ആരെങ്കിലും സൈൻ ചെയ്താൽ അവിടുത്തെ ഭരണകാര്യങ്ങളൊക്കെ ആരാണ് നോക്കുക? കമ്പനിയാണ് നോക്കുക. അപ്പൊ പിന്നെ കാര്യമുണ്ടോ അല്ലെ? അപ്പൊ അതാണ് ഒരു സിസ്റ്റമാണ് ഇത്, സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം മൂലം ബ്രിട്ടീഷുകാർ അവരുടെ കൈകളിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രിൻസിലി സ്റ്റേറ്റുകളാണ്, നാട്ടുരാജ്യങ്ങളാണ്. ഒന്ന് ഹൈദരാബാദ്, മറ്റൊന്ന് തഞ്ചാവൂർ, മറ്റൊന്ന് ഇൻഡോർ. ഓക്കെ, ഈ 3 പ്രദേശങ്ങളാണ് സബ്സിഡറി അലയൻസ് മുഖേന ബ്രിട്ടീഷുകാർ കീഴടക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ലെജിസ്ലേഷനാണ്, നിയമനിർമ്മാണമാണ് ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നിയമം. എന്താണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്? ദത്ത് അവകാശം നിരോധന നിയമമാണ്. ദത്തെടുക്കുക എന്നില്ലേ, നമുക്കറിയാം. എന്തിനാണ് ദത്തെടുക്കുന്നത്? കുട്ടികളില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? ചെറിയ കുട്ടികളെ ദത്തെടുക്കും. അത് നിരോധിക്കുന്ന നിയമം, ദത്തെടുക്കാൻ പാടില്ല എന്നുള്ള നിയമം ആര് കൊണ്ടുവരുന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നു. ഓക്കെ, അതാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. ഇതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ലോർഡ് ഡൽഹൌസി. ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ലോർഡ് ഡൽഹൌസി. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി. എന്താ ഇതിൽ പറയുന്നത്? ആസ് പെർ ദിസ് പോളിസി, ഈ ഒരു പോളിസി പ്രകാരം ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? when the rulers of the princely states died without a male heir, the British could annex the state with British India. ഇവിടെ പറയുന്നു, ഏതെങ്കിലും ഒരു രാജാവ്, അതായത് നാട്ടുരാജ്യങ്ങളിലുള്ള പ്രിൻസിലി സ്റ്റേറ്റ്സിന്റെ റൂളർ, അതായത് ആ നാട്ടുരാജ്യത്തുള്ള ഏതെങ്കിലും ഒരു രാജാവ് മരിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനന്തരാവകാശികളില്ലാതെ, അതായത് അദ്ദേഹത്തിന് മകനില്ലാതെ അദ്ദേഹം മരിച്ചാൽ പിന്നെ അവിടെ ഭരിക്കാൻ ആളില്ലല്ലോ. അങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ആക്കും. ഓക്കെ, ദത്തെടുക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവരുന്നു. അതിന്റെ ഫലമായിട്ട് when the rulers of the princely state died without a male heir എന്ന് പറഞ്ഞാൽ അവകാശം. ഓക്കെ, ഈ അനന്തരാവകാശി, അതായത് അനന്തരാവകാശി ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ റൂളർ, രാജാവ്, ഭരണാധികാരി മരിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്തായിരിക്കും? ആ രാജ്യം വെറുതെ ആരും അനന്തരാവകാശികൾ ഇല്ലാതാവുകയാണ്. കാരണം ഈ രാജാവ് മരിച്ച ആൾക്ക് എന്തില്ല? മക്കളില്ല. ദത്ത് എടുക്കാനൊക്കെ പറ്റുമില്ല. കാരണം അവിടെ നിയമമുണ്ട്, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്, ദത്തവകാശ നിരോധന നിയമമുണ്ട്. അതുകൊണ്ട് ദത്തെടുക്കാനും പറ്റില്ല. അപ്പൊ അദ്ദേഹം മരിച്ചാൽ പിന്നെ ആ പ്രദേശം എന്തായി? ഒഴിവായി, അവിടെ ആരും ഭരിക്കാനില്ല. അതുകൊണ്ട് അപ്പം എന്ത് ചെയ്യും? ദ ബ്രിട്ടീഷ് കുഡ് അനക്സ്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? അത് പിടിച്ചിറക്കും. ദ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആയിട്ട് ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് ആക്കും.
അങ്ങനെ ഈ ഒരു നിയമം മൂലം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുള്ള ചില പ്രദേശങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? സാമ്പൽപൂർ എന്ന് പറയുന്ന പ്രദേശം, സത്താര എന്ന് പറയുന്ന പ്രദേശം, ഉദയ്പൂർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്, ഝാൻസി എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്, നാഗ്പൂർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ദീസ് ആർ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് the Britishers they could annex with the legislation doctrine of lapse ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ ഈ പ്രദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അനക്സ് ചെയ്തിട്ടുണ്ട്. അനക്സ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കൊങ്കർ, കീഴടക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് the certain other princely states, ചില പ്രിൻസ്ലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങൾ the Britishers affiliated through treaties and legislation, നിയമനിർമ്മാണം വഴിയും ഉടമ്പടികൾ വഴിയും ബ്രിട്ടീഷുകാർ എന്താക്കിയിട്ടുണ്ട്? ചില പ്രദേശങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. അതിന് ട്രീറ്റീസിന് ഒരു എക്സാമ്പിളാണ് സബ്സിഡറി അലയൻസ്, അല്ലേ? സബ്സിഡറി വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നിട്ടുള്ള, ലോർഡ് വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നിട്ടുള്ള സബ്സിഡറി അലയൻസും, ലെജിസ്ലേഷൻ ഒരു എക്സാമ്പിളാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, പുതിയ നിയമ ഒരു നിർമ്മാണമാണ് ലെജിസ്ലേഷൻ എക്സാമ്പിൾ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. ഓക്കെ, അതാണ് എന്ത്? ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്നിട്ട ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേഷൻ, അല്ലേ? നിയമനിർമ്മാണങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ നിയമനിർമ്മാണം വഴി, പുതിയ 2 നിയമനിർമ്മാണം വഴി ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ കീഴടക്കി. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഓക്കെ.